ദുരന്തങ്ങളുടെയും ദുരൂഹതകളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾക്ക് അവരെപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കും. തങ്ങളുടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയും അവർ വളരെ ആകാംക്ഷയോടെ ആയിരിക്കും നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടി കൂടിയാണെങ്കിൽ മാതാപിതാക്കളുടെ ഉത്കണ്ഠയ്ക്ക് ആക്കം കൂടും. തങ്ങളുടെ മകളെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നവരെ ആ ആകാംക്ഷ അങ്ങനെ തുടരുക തന്നെ ചെയ്യും. പക്ഷേ പല മാതാപിതാക്കളുടെയും ജീവിതത്തിൽ യഥാർത്ഥ ദുരന്തം തുടങ്ങുന്നത് മകളുടെ വിവാഹ ശേഷമായിരിക്കും. അത്തരത്തിലുള്ള ഒരു കൊടിയ ദുരന്തമാണ് ഞങ്ങൾ ഇന്ന് സീക്രട്ട് ഫയലിലൂടെ നിങ്ങൾക്കായി പറയുന്നത്. ഓമനിച്ചു വളർത്തിയ മകളെ മാതാപിതാക്കൾ ഗൾഫുകാരനായ യുവാവിന് വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ 70 ദിവസത്തിന് ശേഷം മാതാപിതാക്കൾ കേൾക്കുന്ന വാർത്ത ദുരന്തമായിരുന്നു. മകൾ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്തു എന്ന ദുരന്ത വാർത്ത. എന്താണ് 70 ദിവസത്തിനുള്ളിൽ ദമ്പതികൾക്കിടയിൽ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിലേക്കൊരു അന്വേഷണ യാത്ര. റസാക്ക് ഒരാലോചന കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പയ്യനാണെന്നാ പറഞ്ഞേ. പോരാത്തതിന് നല്ല സാമ്പത്തികവും. ഗൾഫിൽ പയ്യന് ജോലിയുമുണ്ട്. ചെറുക്കന്റെ വല്യാപ്പ തന്നെയാണ് ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്. വല്യാപ്പ തന്നെ കാര്യങ്ങൾ നേരിട്ട് പറയുമ്പോൾ പിന്നെ വേറൊന്നും ആലോചിക്കാനുമില്ലല്ലോ. ഷാനവാസും സലീനയും കണക്കുകൂട്ടി. ഇവരുടെ ഇളയ മകളാണ് സൽക്ഷ എന്ന 20കാരി. മൂത്തത് ആൺകുട്ടിയാണ്. സൽക്ഷ എന്ന 3 അക്ഷരം ഈ മാതാപിതാക്കളുടെ സ്വപ്നമായിരുന്നു. ഓമനിച്ചു, ലാളിച്ചു, കൊഞ്ചിച്ചു അവർ മകളെ വളർത്തി. 20 വയസ്സുവരെ മകൾക്ക് ഒരു കുറവും വരുത്തിയിട്ടുമില്ല. സൽക്ഷ ഒരു മിടുമിടുക്കി കുട്ടിയായിരുന്നു. കാണാൻ സുന്ദരി, ബിരുദധാരി, പിന്നെ ആവശ്യത്തിലേറെ സ്വത്തും. രാജകീയ സുഖത്തിൽ അവൾ വളർന്നു. ഞാൻ ചെറുതിലെ എൻ്റെ മക്കൾക്ക് 2 പേർക്ക് നല്ല ഫ്രീഡം കൊടുത്താണ് വളർത്തിയത്. അവർക്കൊന്നും ഒരു കുറവും ജീവിതത്തിൽ ഒരു കുറവും വന്നിട്ടില്ല ഒരു കാര്യത്തിനും. അപ്പോൾ ആ രീതിയിൽ വളർത്തിയ കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് എന്നും തുറന്നു പറയുന്ന സ്വഭാവക്കാരുമാണ്. സൽക്ഷയ്ക്ക് കല്യാണപ്രായമായി. ആലോചനകൾ പലതും വരുന്നുമുണ്ട്. നാടനും വിദേശിയുമൊക്കെ അക്കൂട്ടത്തിലുണ്ട്. പക്ഷെ ഷാജഹാനും സലീനയ്ക്കും അതൊന്നും അത്ര പിടിച്ചില്ല. മകളെ ഞങ്ങൾക്കെന്നും കാണാൻ പറ്റുന്ന ദൂരത്തിൽ കെട്ടിച്ചയക്കണം. അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആലോചനയ്ക്കാണ് മുൻതൂക്കം കൊടുത്തത്. അങ്ങനെ കാത്തുകാത്തിരുന്ന് ഒരെണ്ണം വന്നു. പയ്യന്റെ വല്യാപ്പ തന്നെയാണ് ആലോചന കൊണ്ടുവന്നിരിക്കുന്നത്. പയ്യന്റെ സ്വഭാവ ഗുണങ്ങൾ അയാൾ വാഴ്ത്തിപ്പാടി. പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്തോട്ട് പെടുത്തിയത്. കാരണം അയാൾ അറിഞ്ഞുകൂടാന്ന് പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ മകനല്ലേ. ഒരു ചേട്ടൻ, എനിക്കായാലും എൻ്റെ ഒരു ചേട്ടൻ്റെ മകനെ എനിക്കറിയാൻ പറ്റുമല്ലോ എന്താണ് സ്വഭാവം, ആ വീട് എന്താണെന്നൊക്കെ എനിക്കറിയാൻ പറ്റുമല്ലോ. അതേപോലെ പുള്ളിക്ക് അറിയാമായിരുന്നു. പുള്ളി അത് പറഞ്ഞിട്ടില്ല. പുള്ളി ആ പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ ഇതിനകത്ത് എൻ്റെ മകളെ ജീവിതം ഇല്ലാതാക്കിയാണ് ചെയ്തത്. റോഷനാണ് വരൻ. ഗൾഫിൽ ജോലി, ആവശ്യത്തിന് വിദ്യാഭ്യാസവും ഉണ്ട്. പയ്യനെക്കുറിച്ച് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പെൺകുട്ടിയെ അപേക്ഷിച്ച് കാഴ്ചയിൽ എത്ര പോരായെങ്കിലും കാഴ്ചയിലല്ലല്ലോ കാര്യം എന്ന് ഷാജഹാനും വിചാരിച്ചു. പയ്യൻ ലീവിന് നാട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം മാത്രമേ നാട്ടിലുള്ളൂ. പോകുന്നതിന് മുമ്പ് കല്യാണ ഉറപ്പ് നടത്താം. പോയാൽ പിന്നെ ഇത്ര നല്ലൊരു ബന്ധം കുട്ടിക്ക് കിട്ടിയെന്നു വരില്ല. പയ്യന്റെ വല്യാപ്പ ധൃതി കൂട്ടി. ഈ
നവാസ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് നമുക്ക് മുൻപരിചയമുള്ള അതിൻ്റെ പേരിൽ നമുക്ക് അതിനകത്തൊരു 80% പുള്ളി പറയുന്നതാണ്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ അളിയൻ്റെ പറയും. അളിയനത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നല്ല ബന്ധങ്ങളാണ്, അതാണ് ഇതാണെന്ന് ഇങ്ങനെ നവാസ് പറഞ്ഞതായിട്ട് പറയും. അങ്ങനെ ഞാൻ അതിനകത്ത് കൂടുതൽ വിശ്വസിക്കുകയും അതിനകത്ത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് അതിനകത്ത് വലുതായിട്ട് അന്വേഷിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിൻ്റെ ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നു. ഷാജഹാനും ഭാര്യ സലീനയും മകനും അവസാനവട്ട ചർച്ച നടത്തി. മകൾ വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഒരാലോചന. പയ്യനും വീട്ടുകാർക്കും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ ഇതങ്ങ് ഉറപ്പിക്കാം അല്ലേ മോളെ? ഷാജഹാൻ മകളോട് ചോദിച്ചു. അവൾക്കും സമ്മതം. പിന്നെ മറ്റൊന്നും ചിന്തിച്ചില്ല. സൽക്ഷയുടെ വിവാഹം ഉറപ്പിച്ചു. മകളെ ഗൾഫുകാരന് വെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞ് അല്ല, അത് അവനവിടെ ഫ്ലാറ്റുണ്ട്, ആ രീതിയിൽ എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞാലും കൊണ്ടുപോയി അതിനകത്ത് കൊണ്ടുപോകാൻ കഴിയും എന്നൊക്കെയാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിനകത്ത് പെട്ടുപോയതാണ്. പക്ഷേ അത് ഈ പറഞ്ഞ കണക്കുള്ള ഒരു കാര്യങ്ങളും പിന്നീടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നാട്ടിലെ പ്രമാണിയായിരുന്നു ഷാജഹാൻ. ടൗണിൽ ബിസിനസ് നടത്തുന്നു. പലയിടത്തും വസ്തുവകകൾ. അങ്ങനെ എല്ലാവിധത്തിലും ഉയർന്ന സാമ്പത്തിക സ്ഥിതി. അപ്പൊ പിന്നെ മകളുടെ കല്യാണം ആ രീതിയിൽ നടത്തണ്ടേ? ആദ്യം കല്യാണത്തിന് മുമ്പ് പയ്യന് കൊടുക്കാനുള്ളത് ആ പിതാവ് തുറന്നു പറഞ്ഞു. എന്റെ മകൾക്കും മരുമകനും കൊടുക്കാനുള്ളത് ഞാൻ പറയുന്നു. 1 കിലോ സ്വർണം, 25 ലക്ഷം രൂപ വില വരുന്ന ഇന്നോവ കാർ, പിന്നെ 1 കോടിയോളം വില വരുന്ന സ്ഥലവും. ബാക്കിയുള്ളത് പിന്നാലെ ചെയ്യും. ഷാജഹാൻ ചെറുക്കന്റെ വീട്ടുകാരോട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. എല്ലാവർക്കും സമ്മതം. സൽക്ഷയും റോഷനും തമ്മിലുള്ള കല്യാണ തീയതിയും നിശ്ചയിച്ചു. ആ നാട് കണ്ട ഏറ്റവും വലിയ ആർഭാട കല്യാണമായിരുന്നു ഷാജഹാന്റെ മകളുടേത്. ഷാജഹാന്റെ പ്രൗഢി വിളിച്ചറിയിക്കുന്ന ഒരു കല്യാണമായിരുന്നു അത്. നാടടക്കം കല്യാണം വിളിച്ചു. ഒരൊറ്റ വീട് പോലും വിട്ടില്ല. അവനവഞ്ചേരി ഗ്രാമം മുഴുവൻ ആ ആഡംബര കല്യാണത്തിൽ പങ്കെടുത്തു. ഒപ്പനപ്പാട്ടിന്റെയും ദഫ്താളത്തിന്റെയും അകമ്പടിയോടെ ഷാജഹാന്റെയും സലീനയുടെയും മകൾ സൽക്ഷ വിവാഹിതയായി. കല്യാണം വളരെ നല്ല രീതിയിലുള്ളൊരു കല്യാണമായിരുന്നു. നമ്മൾ ഈ ഏരിയ കണ്ടതിലേക്ക് വെച്ച് ഇപ്പോൾ പ്രോഗ്രാംസൊക്കെ ഉള്ളൊരു തലേദിവസത്തെ പ്രോഗ്രാമൊക്കെ ഉള്ളൊരു കല്യാണമായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയാണ് കല്യാണം നടത്തിവിട്ടതും. ശ്രീധനം അങ്ങനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തതും. ആർഭാടം എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ആർഭാടം എന്നുള്ള രീതി വേണമെങ്കിൽ സൂചിപ്പിക്കാം. മകൾക്ക് പറഞ്ഞുറപ്പിച്ച സ്ത്രീധനം അന്ന് തന്നെ പയ്യന്റെ വീട്ടുകാർക്ക് കൈമാറി. 1 കിലോ സ്വർണവും 1 ഇന്നോവ കാറും പിന്നെ കോടികളുടെ വസ്തുക്കളുടെ രേഖയും. അഭിമാനിയായ ഷാജഹാൻ പറഞ്ഞ വാക്കു പാലിച്ചു. ഷാജഹാന്റെ മകളുടെ കല്യാണ മാമാങ്കമായിരുന്നു പിന്നെ ആ നാട്ടിലെ ചർച്ചാ വിഷയം. ഞാൻ ഒരു 10 ലക്ഷം രൂപ വണ്ടിയും ഒരു 100 രൂപേൻ്റെ സ്വർണവും, അതേപോലെ ഞാൻ ഒരു 50 ലക്ഷം രൂപ ഷെയറും കൊടുക്കാമെന്നുള്ളതായിരുന്നു ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നത്.
അത് കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം നടക്കുമ്പോൾ ഞാൻ 23 ലക്ഷം രൂപ വരെ കാറും ഇന്നോവ ക്രിസ്റ്റ കാറും കൊടുത്തു. അതേപോലെ തന്നെ 100 പവന് മേലുള്ള സ്വർണ്ണവും കൊടുത്തു. പിന്നെ ഞാൻ 1 കോടി രൂപയ്ക്കകത്തുള്ളൊരു വസ്തു ഞാൻ എഴുതി വയ്ക്കാനായിട്ടിരുന്ന സമയത്താണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. ആ സമയത്താണ്. സൽക്ഷ റോഷന്റെ ഭാര്യയായി ഈ വീട്ടിലെത്തി. അവൾ ജനിച്ചു വളർന്ന വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക്. ഈ വീട്ടിൽ അവളെ സ്വീകരിക്കാൻ റോഷന്റെ മാതാവ് മുൻപന്തിയിൽ നിന്നു. അവൾക്ക് താങ്ങും തണലുമായി എപ്പോഴും റോഷനുമുണ്ടായിരുന്നു. സന്തോഷകരമായിരുന്നു സൽക്ഷയുടെ ജീവിതത്തിലെ ആദ്യ ദിനങ്ങൾ. ദിനങ്ങൾ കൊഴിഞ്ഞു ആഴ്ചകളായി. സൽക്ഷയുടെ ജീവിതത്തിലെ ദുരന്ത ദിനങ്ങൾ തുടങ്ങുകയായിരുന്നു പിന്നീടുള്ള ദിനങ്ങളിൽ. ഇവിടെ മോളങ്ങനെയാണ് വളർന്നത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ സമാധാനപ്പെടുത്തും. പറയും കുഴപ്പമില്ല വെച്ച് ഞാൻ അങ്ങ് ജീവിച്ചോളാം. പിന്നെ പറയും ഇക്ക രാത്രി ഒരുപാട് ലേറ്റായാണ് വരുന്നത്. എത്ര മണിക്ക് വരും മോളെന്ന്? അത് 12 മണിയൊക്കെ ആവും. എന്നും അങ്ങനെ എന്നും അങ്ങനെ വരും. എന്നിട്ട് ചിലപ്പോഴൊന്നും പിന്നെ അങ്ങ് മാറ്റിക്കളയും. പിന്നെ പക്ഷേ അവളെ കൂട്ടുകാരിയുടെ അടുത്തൊക്കെ 3 മണിക്ക് 3:30 വരണമെന്ന് പറഞ്ഞെന്ന്. എൻ്റെ അടുത്ത് ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ട് പറയില്ലായിരുന്നു. ഒരു മാസം പിന്നിട്ടു. റോഷന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റങ്ങൾ. അയാൾ സമയത്തിന് വീട്ടിൽ വരുന്നില്ല. പലപ്പോഴും അസമയങ്ങളിലാണ് വീട്ടിലെത്തുന്നത്. പിന്നെ വരുമ്പോൾ കഞ്ചാവിന്റെ രൂക്ഷഗന്ധവും. സൽക്ഷയുടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും അവിടെ തകർന്നടിയുകയായിരുന്നു. ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയാത്ത സ്വഭാവ വൈകൃതങ്ങൾക്കുടമയായിരുന്നു റോഷൻ എന്ന് സൽക്ഷ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. സ്വന്തം വീട്ടിൽ പോലും. എല്ലാ ദുഃഖവും അവൾ ഉള്ളിലൊതുക്കി ജീവിച്ചു. വെറും 70 ദിവസം മാത്രം. തള്ള തന്നെ അവർ കല്യാണത്തിന് പോയിട്ട് പറയും, നീ അവളെയും വെച്ചോണ്ടുകൂടെ ഇരുന്നോടാ, അവന് ഇത്രയും കിട്ടി, നീ ഇത്രയല്ലേ വാങ്ങിച്ചോളൂ എന്നും പറഞ്ഞൊക്കെ ഒരുപാട് ഇവളെ പറയുമെന്ന്. ഇവള് അഡ്ജസ്റ്റ് ചെയ്തൊന്നും മിണ്ടാതെ അങ്ങ് കയറി പോയിട്ട് ചോദിച്ചൊന്ന്, എന്തിനൊക്കെ എന്നെ ഇങ്ങനെ പറയണേ, എൻ്റെ വാപ്പച്ചി തരാനുള്ളതൊക്കെ തന്നില്ലേ, ഇനിയും വാപ്പച്ചിയുടെ ചോദിച്ചാൽ തരുമെന്ന്. അത് ഉമ്മ പറയണ സത്യമല്ലേ, ഇങ്ങനെയൊക്കെ പറയുമെന്ന്. അപ്പോൾ മാനസികമായിട്ടുള്ള ഒരുപാട് ഭീഷണിപ്പെടുത്തിയൊക്കെ തന്നെ ഇത് ചെയ്തത്. എന്തെങ്കിലും വ്യാപാരം ഉണ്ടെങ്കിൽ അവർ കൊച്ചിനെ തള്ള വന്ന് അവർ വിളിച്ചെങ്കിൽ അവർക്ക് തിരിച്ച് കൊച്ചിനെ വിളിച്ച് കൊണ്ടുപോകാമായിരുന്നല്ലേ. അല്ലെ എന്ന് മാനസിക പീഡനമോ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവരിവിടെ വരൂല്ലേ തിരക്കായി. അങ്ങനെ ഒരു വന്നിട്ടില്ലല്ലോ അവർ. അങ്ങോട്ട് വരണമെന്ന് അവർ വരും, വരാതിരിക്കൂല. വന്നെങ്കിൽ പിന്നെ അവർ പുറത്ത് പറയൂലേ കൊച്ചിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കണമെന്ന്. അവർ വരും, വരെയൊക്കെ ചെയ്യും. അപ്പോഴും നല്ല രീതിയിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഭർത്തൃവീട്ടിൽ സൽക്ഷ ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കേട്ടാണ് ആ നാട് ഉണർന്നത്. ഒരാൾക്കും ആ വാർത്ത വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വെറും 70 ദിവസം മാത്രം നീണ്ടുനിന്ന ദാമ്പത്യ ബന്ധം. വാർത്ത കേട്ടറിഞ്ഞവർ റോഷന്റെ വീട്ടിലേക്ക് പാഞ്ഞു. അവർ കേട്ട വാർത്ത സത്യമായിരുന്നു. സൽക്ഷ കിടപ്പുമുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി മരിച്ചു.
സൽഷ തൂങ്ങി മരിച്ച വീട്, ദമ്പതികൾ വെറും 70 ദിവസം മാത്രം ജീവിച്ച ഒരു വീട്. ഈ വീട്ടിൽ ഈ 70 ദിവസത്തിനിടയ്ക്ക് എന്താണ് സംഭവിച്ചത്? റോഷനും അമ്മയും മാത്രമാണ് ഈ വീട്ടിൽ സൽഷയോടൊപ്പം താമസിച്ചത്. ഈ 3 പേർക്കുമിടയിൽ യഥാർത്ഥത്തിൽ നടന്നതെന്താണ്? അവരങ്ങനെ തന്നെ പറയണത്. അവരെ കുട്ടിക്ക് അവർ ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ തന്നെ അവർ പറയണത്. നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റുമില്ല. അത്ര സ്നേഹിച്ച് വളർത്തിയൊരു കൊച്ചാണ്. എന്നെ ഉമ്മ എന്ന് വിളിച്ചാൽ അത്രയും വിളിക്കും, ഞാൻ മോളെന്ന് വിളിച്ചാൽ അത്രയും വിളിക്കണം. അത്ര കാരണത്തിലാണ് ആ കൊച്ചിനെ വളർത്തിക്കൊണ്ട് നല്ലപോലെ ആക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എന്തിനു ചെയ്തതെന്ന് വെച്ചാൽ അറിഞ്ഞു. എന്നിട്ട് ഞാൻ മിനിറ്റ് കൊച്ചിനെ അപ്പോഴപ്പോൾ വിളിക്കുകയാണ്, മക്കളെ ഇറങ്ങി വാ എന്ന് പറഞ്ഞ്. അപ്പോഴും അത് ആദ്യം പറഞ്ഞ് ഉമ്മ ചോറ് കുറച്ച് ഞാൻ കുളിക്കുകയായിരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച് കുളിക്കണമായിരിക്കുമെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി ചെന്നപ്പോൾ കൊച്ചു കഥ തുറക്കണില്ല. റോഷന്റെ സ്വഭാവ വൈകല്യം തന്നെയാണ് സൽഷയുടെ വീട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ പോരാത്തതിന് കൊടുത്ത സ്ത്രീധനത്തിന്റെ അളവ് പോരാ എന്നും. സ്ത്രീധനത്തിന്റെ പേരിൽ റോഷനും മാതാവും സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു അത്രേ. ഇവന് ഈ പെൺകുട്ടിയുടെ മാനസികമായിട്ട് അവന് അങ്ങനെയുള്ള താല്പര്യങ്ങളില്ലായിരുന്നു. അവൻ്റെ താല്പര്യം പുരുഷബന്ധങ്ങളായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയാൻ കഴിഞ്ഞത്. അത് പെൺകുട്ടി ഇവിടെ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ മുന്നേ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇവിടെ ഉള്ള കൂട്ടുകാരികളിൽ പറഞ്ഞ ഇത് ഞാൻ 3 ദിവസമേ ജീവിച്ചുള്ളൂ എന്നാണ് നമുക്കത് അറിയാൻ കഴിയുന്നത്. ഞാൻ 3 ദിവസമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് കൂട്ടുകാരികളിൽ പറഞ്ഞതായിട്ട് ഇങ്ങനെ അറിഞ്ഞു. സൽഷ ആത്മഹത്യാ പ്രവണതയുള്ള കുട്ടിയാണെന്ന നിഗമനത്തിലാണ് റോഷന്റെ വീട്ടുകാർ. എന്തു ചെറിയ കാര്യത്തിനും അവൾ ദേഷ്യപ്പെടും. അവളെ കൊഞ്ചിച്ചു വളർത്തിയതിന്റെ ഫലമാണ് ഈ ആത്മഹത്യ. റോഷന്റെ വീട്ടുകാരുടെ ആരോപണം. പെട്ടെന്ന് ടക്കന് ദേഷ്യം വരും കൊച്ചാണെന്ന്. അല്ലെങ്കിൽ അവർ പറയണം ഇങ്ങനെയുള്ള ദേഷ്യമുള്ള കുട്ടിയാണെന്ന് പറയണം. പക്ഷെ അതൊന്നും അവർ പറയാനിവിടെ ഒന്നും പറഞ്ഞില്ലായിരുന്നു. എനിക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല. കൊഞ്ചിച്ച് വളർത്തിയാണ്. പക്ഷെ നമ്മളകത്തുനിന്ന് യാതൊരു തെറ്റുമില്ല. വെറും 70 ദിവസം മാത്രം പ്രായമുള്ള ഒരു ദാമ്പത്യ ബന്ധം. ദമ്പതികൾ പരസ്പരം അടുത്തറിയാനുള്ള സാവകാശം പോലും ഈ ദിവസങ്ങൾക്കുള്ളിൽ കിട്ടിയോ എന്ന് കണ്ടുതന്നെ അറിയണം. ഓമനിച്ചു വളർത്തി ശോഭനമായ ഭാവിക്കായി സമ്പാദ്യങ്ങളെല്ലാം നൽകി നിറഞ്ഞ മനസ്സോടെ വരന്റെ കൈപിടിച്ച് യാത്രയാക്കിയ പൊന്നുമോളുടെ ജീവനറ്റ ശരീരം കാണേണ്ടി വന്ന തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മാതാപിതാക്കൾ. ഓരോ ദിവസവും പുതിയ പുതിയ ദുരന്ത വാർത്തകൾ കേട്ടുകൊണ്ടാണ് നാം ഉണരുന്നത്. മുൻപെങ്ങും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമുക്ക് ചുറ്റും അരങ്ങേറുന്നത്. അതിലൊരു ദുരന്തമാണ് ഷാജഹാൻ്റെ വീട്ടിലും സംഭവിച്ചത്. സൽഷ എന്ന 20 വയസ്സുകാരുടെ മരണം ഇപ്പോഴും ഒരു ചോദ്യ ചിഹ്നമായി തന്നെ അവശേഷിക്കുന്നു. പക്ഷേ ഇരു വീട്ടുകാരും അവരവരുടെ വാദഗതികളിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഷാജഹാൻ്റെ കുടുംബം കേസുമായി മുന്നോട്ട് പോകുമ്പോൾ റോഷൻ്റെ കുടുംബം അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇത്തരം കോലാഹലങ്ങൾ നടക്കുമ്പോൾ ഞങ്ങൾ ഈ ഗ്രാമം വിടുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പരങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.